ഏപ്പ് വർഗത്തിലെ മൃഗങ്ങളെ മലയ് ലാംഗ്വേജിൽ വിളിക്കുന്നത് വാനരൻ എന്നാണ്. വാനരൻ എന്ന് അർത്ഥമാക്കുന്ന ഒറാങ് ഉട്ടാൻ എന്നുള്ളതാണ് വാക്ക്. ഭാരതത്തിലും നമ്മൾ കുരങ്ങന്മാരെ വിളിക്കുന്നത് വാനരൻ എന്ന വാക്കുകൊണ്ടാണ്. വനത്തിൽ ജീവിക്കുന്ന മനുഷ്യർ. ചൈനയിലെ ആദ്യത്തെ സെക്കുലർ കഥ അല്ലെങ്കിൽ നോവല് ദ മങ്കി കിങ് എന്നുള്ള ഒരു പുസ്തകമാണ്. അത് രാമായണത്തിലെ വാനരനായ ഹനുമാന്റെ കഥയെ പിന്തുടർന്നുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഈ കിഴക്ക് ഈസ്റ്റേൺ സിവിലൈസേഷൻസിൽ നമ്മുടെ പ്രകൃതിയും കാടുകളും അതിലെ ജീവികളും എല്ലാവരെയും നമ്മളെപ്പോലെ തന്നെ കരുതുന്നു. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് കരുതി ഒരു പ്രത്യേകതരം തത്വചിന്തയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ വാനരന്മാരെ അവിടെ കാണാൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ തത്വചിന്തകൾ അത് വികസിച്ചു വന്നപ്പോൾ അവിടെ ഈ പ്രകൃതിയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അത്ര ദൃഢമായിട്ട് വന്നിട്ടില്ല എന്ന് ചില ചിന്തകർ അഭിപ്രായപ്പെടുന്നുണ്ട്. വെസ്റ്റേൺ സിവിലൈസേഷന്റെ ഏറ്റവും വലിയ ഉൽപ്പന്നമാണ് ദ അമേരിക്കൻ ഡ്രീം എന്നുള്ളത്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആ അമേരിക്കൻ ഡ്രീമിനെ കുറിച്ചാണ്. ലാപ്ലാസ് എന്ന ശാസ്ത്രജ്ഞൻ വളരെ പണ്ട് തന്നെ ഈ നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തിൽ പല ഘടക വസ്തുക്കളുണ്ടെന്നും ആ വസ്തുക്കളെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ലോകം മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ചിരുന്നു. ലാപ്ലാസിനെ പിന്തുടർന്ന് വളരെയധികം കാലം ശാസ്ത്രം ഒരു റിഡക്ഷനിസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച്, എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ അടിസ്ഥാന ഏതാനും ഘടകങ്ങളായിട്ട് അറിയുകയും ആ ഘടകങ്ങളെ മനസ്സിലാക്കിയാൽ ആ സിസ്റ്റത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന കാഴ്ചപ്പാട് വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചു. ശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാന പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടി പ്രവചിക്കുക എന്നുള്ളത്. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കാം എന്നത് പ്രവചിക്കുക എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ വലിയൊരു ലക്ഷ്യം. അപ്പം ആ പ്രവചനത്തിന് ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരത്തിൽ ഉള്ള ഘടകങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രവചിക്കാൻ ശ്രമിക്കുന്നത് നാളെ മഴയുണ്ടാകുമോ അതോ മഴയില്ലാത്ത ആയിരിക്കുമോ എന്നുള്ളതാണ്. വെതർ ഫോർകാസ്റ്റിംഗ്. ഈ വെതർ ഫോർകാസ്റ്റിംഗിൽ ഈ റിഡക്ഷനിസ്റ്റ് അപ്രോച്ച് പരീക്ഷിച്ചു നോക്കിയപ്പോൾ ലോറൻസ് എന്ന ശാസ്ത്രജ്ഞൻ 1940കളുടെ മധ്യത്തിൽ മനസ്സിലാക്കിയ വലിയൊരു കാര്യം, അങ്ങനെ പരസ്പരം ബന്ധപ്പെടാതെ നിൽക്കുന്ന ഘടകങ്ങളെ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിലൊന്നും പ്രവചിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എല്ലാ ഘടകങ്ങളും ഒന്നിനൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓൾ ആർ ഇന്റർ കണക്റ്റഡ്. ഏതെങ്കിലും ഒരു ഘടകത്തിലെ ചെറിയ ഒരു വ്യതിയാനം പോലും വലിയ ഒരു മാറ്റമായിട്ട് പിന്നീട് അനുഭവിക്കപ്പെടുന്നു. ഇതിനെ അദ്ദേഹം ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഒരു ചിത്രശലഭം ലോകത്തിന്റെ ഒരു കോണിൽ നിന്ന് ചിറകടിക്കുമ്പോൾ ലോകത്തിന്റെ മറ്റൊരു കോണിൽ അത് വലിയൊരു കൊടുങ്കാറ്റായി ഉയരുന്നു. അപ്പോൾ നമ്മൾ പ്രവചനം നടത്തുമ്പോൾ ഏറ്റവും ചെറിയ ഘടകങ്ങളെ കുറിച്ച് പഠിക്കുക മാത്രമല്ല, ആ ഘടകങ്ങൾ എങ്ങനെ ഒന്നൊന്നിനെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് കൂടി നമുക്കറിയണം. അങ്ങനെ അറിയുക എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. കാരണം അനേക കോടി ഘടകങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്നത്. അവ തമ്മിൽ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് വലിയ ഒരു ഇന്റർ കണക്ഷന്റെ ശൃംഖല, വലിയൊരു വെബ് അവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രവചനങ്ങൾ ലളിതമായിട്ട് ചെയ്യുക അസാധ്യമാണ് എന്ന് ലോറൻസ് കണ്ടെത്തി. ലാപ്ലാസിന്റെ സിദ്ധാന്തം, റിഡക്ഷനിസ്റ്റ് സിദ്ധാന്തത്തെ പിന്തുടർന്നുകൊണ്ടാണ് ഇൻഡിവിജ്വലിസം എന്ന ആശയം പാശ്ചാത്യ സംസ്കാരത്തിൽ ഉയർന്നു വരുന്നത്. വ്യക്തികൾക്ക് പ്രയത്നിച്ചാൽ സ്വന്തമായിട്ട് എന്തെന്ന് നേടിയെടുക്കാം. വ്യക്തികൾ മാത്രം അധിഷ്ഠിതമാണ് അവരുടെ ഭാവി എന്നുള്ളത്. ആ വ്യക്തി രൂപപ്പെടുത്തിയെടുക്കുന്ന ഭാവി മറ്റ് വേറൊരാളുടെയും സ്വാധീനത്താൽ അതിന് ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന രീതിയിൽ ഇൻഡിവിജ്വലിസത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു രീതിയാണ് അമേരിക്കൻ ഡ്രീം. ഒരു വ്യക്തിക്ക് പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലും സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാം. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. സമ്പത്തുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സമ്പത്ത് എത്ര
വേണമെങ്കിലും നമുക്ക് സ്വരൂപിച്ചെടുക്കാം നമ്മുടെ സ്വയ പ്രയത്നം കൊണ്ട് എന്നുള്ളതാണ് അമേരിക്കൻ ഡ്രീം. പാശ്ചാത്യര് ഭാരതീയരെ കളിയാക്കുന്നത് നമുക്കൊരു അമേരിക്കൻ ഡ്രീം ഇന്നത്തെ തുല്യമായിട്ടുള്ള ഒരു ഡ്രീം ഇല്ല എന്നുള്ളതാണ്. അത് വാസ്തവമാണ്. നമുക്ക് ഭാരതീയമായിട്ടുള്ള തത്വചിന്തയിൽ ഇൻഡിവിജ്വലിസം അങ്ങനെ ഒരു പ്രകടമായിട്ടുള്ള കാര്യമായിട്ട് ഒരിക്കലും ഉയർന്നു വന്നിട്ടില്ല. ഭാരതത്തിലെ തത്വചിന്തകര് അവരുടെ പേരുകൾ അടയാളപ്പെടുത്തുക പോലും മറന്നുപോയിട്ടുണ്ട്. വലിയ ബൃഹത്തായിട്ടുള്ള വലിയ ഉന്നതമായിട്ടുള്ള തത്വചിന്തകൾ അവതരിപ്പിക്കുമ്പോൾ അവരെ പലപ്പോഴും നമ്മൾ അവരുടെ ഇരട്ടപ്പേരുകൾ വെച്ചാണ് മനസ്സിലാക്കുന്നത്. കറുത്ത മനുഷ്യൻ, ദ്വീപിൽ ജനിച്ച മനുഷ്യൻ എന്നൊക്കെ ഉള്ള രീതിയിൽ ഉള്ള അവരുടെ ശരിയായിട്ടുള്ള നാമങ്ങളാണോ എന്ന് നമുക്ക് സംശയിക്കുന്ന രീതിയിലുള്ള അടയാളപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ. ആ ഇൻഡിവിജ്വലിസം നമുക്ക് ഒരിടത്തും അവരുടെ ചിന്തകളിലോ അവരുടെ പ്രവൃത്തികളിലോ കാണാൻ സാധിക്കുന്നില്ല. അമേരിക്കൻ ഡ്രീം ശ്രേഷ്ഠമാണ്. ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വലിസത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഭാരതീയമായിട്ടുള്ളതും അല്ലെങ്കിൽ കിഴക്കൻ രാജ്യങ്ങളിൽ പ്രകടമാക്കുന്ന ആ ചിന്താ പദ്ധതിയേക്കാൾ ഉന്നതമാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള അമേരിക്കൻ ഡ്രീം പോലുള്ള കാര്യങ്ങൾ എന്ന് കുറെ കാലം എല്ലാവരും വിശ്വസിച്ചു. ഇന്ന് ആ അമേരിക്കൻ ഡ്രീമിന്റെ പതനം ആരംഭിച്ചിരിക്കുകയാണ്. കാരണം വലിയ രീതിയിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ, ആഗോളതാപനം, ജലത്തിന്റെ ലഭ്യതയിൽ ഉണ്ടാകുന്ന ക്രൈസിസ്, ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യതയിൽ ഉണ്ടാകുന്ന ക്രൈസിസ്, ഇതെല്ലാം നമ്മുടെ ഈ ഒരു ഗ്രഹത്തില് ജീവൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിന് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ആഗോളതലത്തിൽ പല കരാറുകളും നമ്മൾ ഉണ്ടാക്കി ഒരു ജോയിന്റ് എഫേർട്ടിലൂടെ ആഗോളതാപനത്തെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. ഇൻഡിവിജ്വലിസത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ് ഈ ആഗോളമായിട്ടുള്ള കൂട്ടായിട്ടുള്ള കൺവെൻഷനുകളും തീരുമാനങ്ങളും. നമുക്ക് കൂട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ ഇനി ഈ ലോകത്തില് ജീവന് മാത്രമല്ല മനുഷ്യനും ഒരു ഭാവി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് ശാസ്ത്രം കടന്നിരിക്കുകയാണ്. ശാസ്ത്രീയമായിട്ടുള്ള എവിഡൻസിന്റെ അടിത്തറയിലാണ് ഇന്ന് നമ്മൾ പോളി ക്രൈസിസ് എന്ന് പറയുന്ന ഇന്ന് സംജാതമായിരിക്കുന്ന പല പ്രശ്നങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ആ ശാസ്ത്രം പറയുന്നത് കളക്റ്റീവ് ആക്ഷൻ ആവശ്യമാണ്. ഇൻഡിവിജ്വലിസ്റ്റിക് ആക്ഷൻ അല്ല ഇവിടെ ആവശ്യം. ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള അമേരിക്കൻ ഡ്രീമിനെ പോലുള്ള ഭൗതിക ചിന്തയെ ഊന്നി നിന്നിട്ടുള്ള ആ പ്രവർത്തന ശൈലിയിലൂടെ ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. ആ ഇൻഡിവിജ്വലിസത്തിന്റെ ആ മിത്ത് ഇവിടെ അവസാനിക്കുകയാണ്. അതിന് പകരമായിട്ട് കളക്റ്റീവ് ആക്ഷന്റെ, ഷെയർഡ് ഗോൾസിന്റെ, കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു പുതിയ യുഗം നമ്മൾ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഭാവി ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് പാരീസ് അക്കോർഡ്. ആഗോളതാപനത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ 2016 ലോകരാഷ്ട്രങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച പാരീസ് അക്കോർഡ് പറയുന്നത്. അതിനു മുമ്പ് തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 2015 വന്നിട്ടുണ്ട്. അതിനു മുമ്പ് നിലനിന്നിരുന്ന മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ പിന്തുടർച്ചയായിട്ട് വന്നതാണ്. 2030 വരെ നമുക്ക് മനുഷ്യ വികാസത്തിന്റെയും സോഷ്യൽ ഡെവലപ്മെന്റിന്റെയും കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ള 17 ഗോൾസ് ഉൾപ്പെടുന്ന 17 ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിചാര രീതിയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഇന്ന് ഇതുപോലെ നമ്മൾ എനർജി ട്രാൻസിഷന് വേണ്ടി, അതായത് ഫോസിൽ ഫ്യൂവലിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യാത്ത മറ്റ് ഊർജോൽപ്പന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള രീതികളിലേക്ക് മാറുന്നതിൻ്റെ വലിയ ഒരു മാറ്റത്തിലൂടെ പോവുകയാണ് ഗ്രീൻ ട്രാൻസിഷൻസ്. അവിടെയും പുതിയ കരാറുകൾ, ജോയിന്റ് എഫേർട്സുകളിലേക്ക് നമ്മൾ നോക്കുകയാണ്. ഇവിടെ എല്ലാം കാണുന്നത് ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് മാറുന്നത്, കോമണാലിറ്റിയിലേക്കാണ്. ഒരു കാലത്ത് നമ്മൾ വളരെയധികം പുച്ഛത്തോടെ കണ്ടിരുന്ന കോമണാലിറ്റി അല്ലെങ്കിൽ സാമൂഹ്യ ബോധം, അത് വ്യക്തിനിഷ്ഠമായിട്ടുള്ള ബോധത്തെക്കാൾ വളരെ പരിമിതമാണെന്നും അതൊരു പുരോഗതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകില്ല എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് മാറി നവപുരോഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വലിസത്തെ മറന്നുകൊണ്ട് കോമൺ ഗോൾസിലേക്ക് മാറണം എന്നുള്ള രീതിയാണ്. അങ്ങനെ ഈസ്റ്റേൺ കിഴക്ക് രാജ്യങ്ങളിൽ
വന്നിട്ടുള്ള പ്രകൃതിയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പുതിയ ഒരു സങ്കല്പത്തിലേക്ക് ലോകം മാറാൻ ശ്രമിക്കുകയാണ്. അതിനെ ചേർത്ത് നിൽക്കുന്ന അമേരിക്കൻ ഡ്രീമിനെ ഇന്നും പിന്തുടരുന്ന ശക്തികൾ വളരെ വിപുലമായിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ശാസ്ത്രീയ ലോകം പറയുന്നത് ഷെയർഡ് ഗോൾസ്, കോമൺ ഗോൾസ്, പൊതുവായിട്ടുള്ള താല്പര്യം, ഇതിനെ മുൻനിർത്തി പൊതുവായിട്ടുള്ള ആക്ഷൻ, പൊതുവായിട്ടുള്ള കർമ്മ പദ്ധതികൾ, ഇതാണ് ഈ ലോകത്തെ പുതിയ ഒരു ദശയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു മണൽത്തരിയിൽ ഒരു ലോകം കാണുക, ഒരു കാട്ടുപൂവിൽ സ്വർഗം, കൈപ്പത്തിയിൽ അനന്തത, ഒരു മണിക്കൂറിൽ നിത്യത. വില്യം ബ്ലേക്ക് പറഞ്ഞ ഈ വരികളെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം.